ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു വെൽക്കം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മുല്ലക്കച്ചെറുപ്പിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചു. ഞങ്ങൾ നേരെ കിടങ്ങാമ്പറമ്പ്, അവിടെയാണല്ലോ മുല്ലക്കച്ചെറുപ്പിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഓട്ടോയൊക്കെ നമ്മുടെ ആ സ്റ്റാച്ചുവിൻ്റെ അവിടം വരെ പോകത്തുള്ളേ. അങ്ങനെ ഇവിടുന്ന് ഒരു 40 റുപ്പീസാണ് അവിടെ എത്തുന്നതിന്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഞാൻ ഓട്ടോ ചേട്ടനോട് പറയായിരുന്നു, ബീച്ച് ഫെസ്റ്റിന് എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് പോകാൻ ഓട്ടോ കിട്ടും, തിരിച്ച് ഇങ്ങോട്ട് ഓട്ടോ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ പ്രാവശ്യം പോസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, എൻ്റെ നമ്പർ ഞാൻ തരാം, അവിടെ എത്തുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് സെറ്റ്. അപ്പം നമുക്ക് അതിൻ്റെ വ്ലോഗും നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദേ മുല്ലക്കച്ചെറുപ്പിൻ്റെ എൻട്രൻസിലെത്തി. ഇപ്പോൾ ഹോളിഡേ ടൈമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രാവശ്യത്തെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. ആ തോരണമൊക്കെ തൂക്കിയിട്ടേക്കുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ പല പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങനെ നോക്കാൻ നേരത്ത് നല്ല രസമാണ് കാണാൻ കേട്ടോ. അങ്ങനെ ഈ സൈഡിൽ കുറേ പാത്രത്തിൻ്റെ അങ്ങനത്തെ ഒക്കെ, മറ്റേ 100 രൂപ കട, മറ്റേ ഏതെടുത്താലും 20 രൂപ. ഇതേപോലെയൊക്കെ സംഭവിക്കുമായിരിക്കും. ആരെങ്കിലുമൊക്കെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുമായിരിക്കും ഒരു കാലത്ത്. അതിനെന്ത് വേണം? നിങ്ങളുടെ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ് എല്ലാം വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സൈഡിൽ ടോയ്സൊക്കെ കണ്ട് ടൈം ബേബിക്ക് ചെറിയ ഇത് വലുതായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ടൈം ബേബീനെ അങ്ങനെ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറ്റിച്ച്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് നടന്ന് അങ്ങനെ ഇനി അവിടെ എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്വാഡ് കണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് അത് കഴിഞ്ഞ് അവിടെ പാമ്പിരിക്കുന്നുണ്ട്. അങ്ങനെ അവളെ ഞാൻ പേടിപ്പിച്ചു. ഇതാണ് കടങ്ങാമ്പറമ്പ് അമ്പലത്തിൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ അവിടെ എപ്പോഴും പരിപാടി കാണും കേട്ടോ. ഈ 10 ദിവസം എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ആൾക്കാരൊക്കെ എന്താ ഇങ്ങനെ അടിക്കുന്നതെന്ന്. പിന്നെ നോക്കാത്ത ഒരു ജയൻ നടന്നു വരുന്നു. അങ്ങനെ ഞാൻ ഈ ബീച്ച് ഫെസ്റ്റിവൽ ആയപ്പോഴത്തേക്ക് ജയനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ പരിപാടിയൊക്കെ കണ്ട ക്ഷീണത്തിൽ ഞങ്ങൾ തന്നെ ഒരു പുൽട്ട് കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെന്നൊരു ഗോയും പാഷൻ ഫ്രൂട്ടും മാംഗോയും ആട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊക്കെ കിട്ടി. പിന്നെ ബേബി ബഹളം തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഫ്രൂട്ട്സും ചോക്ലേറ്റും ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ബേബിക്ക് ഒരു സ്ട്രോബെറിയുടെ അത് ഓർഡർ ചെയ്തിട്ട് അത് എനിക്കൊന്ന് 120 റുപ്പീസ് എങ്ങാണ്ടേ ആയിരുന്നു ഒരു പ്ലേറ്റിന്. ഈ സംഭവം കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ കിടങ്ങാമ്പറമ്പിൽ നിന്ന് ഇപ്പം ഞങ്ങൾ മുല്ലക്കലോട്ട് കയറി നമ്മുടെ മഞ്ജുള ബേക്കറി ആ ഒരു ഏരിയയിലോട്ട് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ കിടങ്ങാമ്പറമ്പിനെക്കാട്ടി തിരക്കായിരുന്നു ഇവിടെ. അങ്ങനെ വാപ്പിയും ഞങ്ങളോട് അവിടുന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ഭാവി പറയുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. അത് ഏകദേശം തീരുമാനമായതുകൊണ്ട് അതൊന്നും പറയുന്നത് കേൾക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു. ഇങ്ങനെ മുല്ലക്കച്ചെറുപ്പിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാട്ടോ. നമുക്ക് ആ സമയം കാലുവേദന ഒന്നും നമ്മൾ അറിയത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കുമ്പോഴത്തേക്കാണ് കാലുവേദന അറിയാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ മോം ചുബിയുടെ മോം തലയിൽ കിരീടമൊക്കെ വെച്ചിട്ടിരിക്കുക കേട്ടോ. അവളുടെ തലേയിൽ നിന്ന് അതെടുത്തിട്ട് ഞാനും ഒന്ന് ചെറുതായിട്ട് പോസ്റ്റൊക്കെ ചെയ്ത് കിട്ടില്ല. അപ്പൂപ്പനാടിക്ക് രണ്ടാമതൊരു ഇത് ഞങ്ങളുടെ റൊമാൻറ്റിക് കപ്പിൾസ് ആട്ടോ. കപ്പിൾസ് ആണെന്നോ ഒന്ന് കണ്ടോ? ഞങ്ങൾ TV-യിലൊക്കെ കണ്ടല്ലോ.
നടന്ന് അയൻ ബേബി ക്ഷീണിച്ച് അങ്ങ് കുറച്ച് നേരം ഞാൻ എടുത്തുകൊണ്ട് നടന്ന്. അപ്പോൾ സൈഡിൽ നമ്മുടെ കുൽക്കിക്കട, ടോയ്സ് കട, ഇവിടെയൊക്കെ ആട്ടോ ടോയ്സ് കൂടുതലുള്ളത്. ഈ പ്രാവശ്യത്തെ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേളിലത്തെ സാധനമൊക്കെ എന്ത് പറ്റിയിട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ സംഭവം കൊള്ളായിരുന്നു കേട്ടോ, വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഗോപുരം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അതായിരുന്നല്ലോ നമ്മുടെ ഹൈലൈറ്റ്. മുല്ലയ്ക്ക് ചെറുപ്പിന് നമ്മൾ പോകുന്നത് അത് കാണാനായിട്ടല്ലേ. അവിടുന്ന് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോട്ട് പോയി. അപ്പോൾ കുറച്ച് റൈഡിലൊക്കെ അയൻ ബേബി കയറി. അവൾക്ക് അതിനകത്ത് കയറിയിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഇറങ്ങി, പഠിത്തിട്ട് അവൾ തന്നെ ഇറങ്ങി. ഈ സ്പീഡ് കുറച്ച് സാധനങ്ങളൊന്നും അവൾക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും അവിടം വരെ പോയി. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം? ഫുഡ് കഴിക്കണം. അപ്പം പാനിപ്പൂരി ഉണ്ടായിരുന്നു, നമ്മുടെ സ്ഥിരം ഐറ്റം തന്നെ. അത് വാങ്ങിച്ച് കഴിച്ച്. പക്ഷേ ചില സ്ഥലത്തൊക്കെ മിക്സറൊക്കെ ഇട്ട് തരുമായിരുന്നു. പക്ഷേ ഇത് വേറെ കിഴങ്ങും പാനിപ്പൂരി മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ അടുത്തത് സ്പൈറൽ പൊട്ടാറ്റോ വാപ്പി കൊണ്ടുവന്ന് അത് നല്ല ചൂടോടെ കഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. ബേബിനെ കുറച്ച് കളിപ്പിക്കാനൊക്കെ നോക്കിയത്, ലാസ്റ്റ് കളിപ്പായിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അടുത്ത ടോയ്സ് കടയിൽ കയറി ഓരോരോ സാധനങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന അടുത്ത എന്ത് എന്നുള്ള ചോദ്യത്തിലാണ് അയൻ ബേബി നടക്കുന്നത്. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാട്ടോ. എല്ലാം അത്യാവശ്യം നല്ല സ്കില്ലാട്ടോ. ഗ്ലാസ് പൊട്ടാതെ ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെറുപ്പമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഒന്നിരിക്കാനായിട്ട്. ആർക്കും വയ്യ, കാലൊക്കെ ഒരു വഴിക്ക്. നമ്മൾ ഓരോന്ന് കണ്ടോണ്ട് നടക്കുമ്പോഴത്തേക്ക് വേദന അറിയത്തില്ല. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് കാല് നിവർത്തുമ്പോഴത്തേക്കാണ് അതിന് വിഷയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും സൈഡായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ വീഡിയോസ് ആയിട്ട് വരാം ഗായ്സ്.